ഇപ്പോൾ വരുന്ന ഒരു പ്രധാന വിവരം, അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി സുപ്രീം കോടതി പരിഗണനയ്ക്കെടുത്തു. അതിൽ വാദം തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സുപ്രീം കോടതിയിലെ പുതിയ വിവരങ്ങൾ അല്പസമയത്തിനകം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബഞ്ചാണ് ആ ഹർജി സമർപ്പിച്ചത്. ഹർജി വിഡ്രോ ചെയ്തു, പിൻവലിച്ചു എന്ന വിവരം വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലം എന്താണ് എന്നറിയണം. സുപ്രീം കോടതി അത് കേൾക്കാൻ തയ്യാറായിരുന്നു, പക്ഷേ ഹർജി പിൻവലിച്ചു എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഔദ്യോഗിക സ്ഥിരീകരണം അക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. ഡൽഹി CM അരവിന്ദ് കെജ്രിവാൾ വിഡ്രോസ് ഫ്രം സുപ്രീം കോർട്ട് ഹിസ് പ്ലീ അഗെയിൻസ്റ്റ് അറസ്റ്റ് ബൈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന പുതിയ വിവരം വരുന്നുണ്ട്. സുപ്രീം കോടതിയിലെ ഹർജി അരവിന്ദ് കെജ്രിവാൾ പിൻവലിച്ചിരിക്കുന്നു. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഹർജി പരിഗണനയ്ക്കെടുത്തതിന് പിന്നാലെയാണ് അഭിഷേക് സിംഗ്വി ഇക്കാര്യം കോടതിയെ അറിയിച്ചത്. എന്താണ് അതിൻ്റെ പശ്ചാത്തലമെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നാടകീയ നീക്കങ്ങളാണ് കോടതിയിലും ഇപ്പോൾ നടക്കുന്നത്. രാവിലെ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിലാണ് മെൻഷൻ ചെയ്തത് അഭിഷേക് സിംഗ്വി ഈ ഹർജി. എന്നാൽ അത് പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് അല്ല എന്ന് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് അറിയിച്ചു. അതിനുശേഷം ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിലേക്ക് ഹർജി അയച്ചു. ആ ഘട്ടത്തിൽ ആ 3-അംഗ ബെഞ്ച് അസംബിൾ ചെയ്താൽ ഉടൻ പരിഗണിക്കും എന്ന് ഹർജിക്കാരെ അറിയിച്ചു. അതിൻ്റെ റെഗുലർ സിറ്റിംഗിന് ശേഷം പ്രത്യേകം ചേർന്നാണ് ഈ ഹർജി പരിഗണിക്കാൻ തീരുമാനിച്ചത്. ആ ഘട്ടത്തിൽ വാദം തുടങ്ങുന്നതിന് മുൻപാണ് അഭിഭാഷകൻ അഡ്വക്കേറ്റ് അഭിഷേക് സിംഗ്വി ഈ ഹർജി പിൻവലിക്കുകയാണ് എന്ന കാര്യം അറിയിച്ചത്. അതിൻ്റെ പശ്ചാത്തലം പരിശോധിക്കേണ്ടതുണ്ട്. ആർ രാധാകൃഷ്ണൻ ചേരുന്നു കോടതിയിൽ നിന്ന്. എന്തുകൊണ്ടാണ് ഈ ഹർജി വിഡ്രോ ചെയ്തത്, പിൻവലിച്ചത്? വിജയൻ, നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു കാവിയേറ്റ് ED ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ED ഈ കേസിൽ ഒരു കാവിയേറ്റ് ഫയൽ ചെയ്തതിന്റെ ഉദ്ദേശം സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന അപ്പീൽ, ഇന്നലത്തെ ഹൈക്കോടതി വിധിക്ക് എതിരായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള അപ്പീൽ അറസ്റ്റിൽ നിന്ന് സംരക്ഷണം നൽകണമെന്ന പ്രയറുമായിട്ട് എത്തിയിട്ടുള്ള അപ്പീൽ അത് ഇൻഫ്രാക്ച്വസ് ആയിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ED ഈ കാവിയേറ്റ് ഫയൽ ചെയ്തത്. അതനുസരിച്ച് ഈ ഹർജി നിലനിൽക്കുന്നതല്ല എന്ന വാദമായിരിക്കും EDയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് ആ കാവിയറ്റിൽ തുടർവാദം കേൾക്കണമെന്ന് പറഞ്ഞ് കോടതി കേസ് മാറ്റിവെച്ചാൽ അദ്ദേഹത്തിന് ഈ കീഴ്ക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ദീർഘമായിട്ടുള്ള വൈകൽ ഉണ്ടാകും. വിജയൻ അറിയാമെന്ന് തോന്നുന്നു. ഇനി ഡൽഹിയിൽ ഹോളി അടക്കമുള്ള ആഘോഷങ്ങൾ വരാൻ പോവുകയാണ്. കുറെ അധികം അവധി ദിവസങ്ങൾ വരാനായിട്ട് പോകുന്നു. 25-ാം തീയതി ഹോളിയാണ്. അതിനനുബന്ധമായിട്ട് ഒന്നിലധികം ദിവസം അവധി വരാനായിട്ട് പോവുകയാണ്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഈ നടപടികൾ അനന്തമായിട്ട് വൈകുന്നതിന് കാരണമാകും. EDക്ക് ഇപ്പോൾ കസ്റ്റഡിയിൽ കിട്ടിയാലും തുടർന്ന് കസ്റ്റഡി നീട്ടി കിട്ടുന്ന അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ വേഗത്തിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അവരുടെ ലക്ഷ്യങ്ങളെല്ലാം സാധിക്കും. ഈ ഹർജി ഇന്ന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അക്കാര്യത്തിൽ ഒരു വീഴ്ച ഉണ്ടാകരുത്, അഥവാ ജാമ്യ ഹർജി അടക്കം സമർപ്പിക്കുന്നതിൽ ഏതെങ്കിലും ഒരു വീഴ്ച ഉണ്ടാകരുത് എന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഹർജി പിൻവലിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ഈ വിചാരണ കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിനെ ഹാജരാകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം അറിയിക്കും. അറസ്റ്റ് അടക്കമുള്ളത് നിലവിലുള്ള സാഹചര്യത്തിൽ അത് ഒഴിവാക്കാവുന്നതായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിക്കും. ജാമ്യ ഹർജി വേഗത്തിൽ പരിഗണിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിലായിരിക്കും ഇനി അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകർ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള നിയമ വിലയിരുത്തൽ നടന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. രാവിലെ ഈ അതിലൊരു വ്യക്തതയ്ക്ക് വേണ്ടി, അതായത് സുപ്രീം കോടതിയിലെ ഹർജി അരവിന്ദ് കെജ്രിവാൾ പിൻവലിച്ചു. ഇനി ഹൈക്കോടതിയിൽ അറസ്റ്റിൽ സംരക്ഷണം ആവശ്യപ്പെട്ട് കൊടുത്ത ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. അത് അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ അതൊരു റെഗുലർ ബെയിൽ അവിടെ ആവശ്യപ്പെടുക, ഒരു ജാമ്യം അവിടെ ആവശ്യപ്പെടുക, അതൊക്കെ ആയിരിക്കുമോ ഇനി നടക്കുക? ആ നിലയിൽ ഹൈക്കോടതി നടപടിയിലേക്കായിരിക്കുമോ ഇനിയും ശ്രദ്ധ കേന്ദ്രീകരിക്കുക അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷക സംഘം? വിജയൻ, ഇതില് ഈ ഹർജികളെല്ലാം അറസ്റ്റിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ നിലനിൽക്കുന്നത് ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് വരെയാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പിന്നീട് അദ്ദേഹത്തിന് ജാമ്യ ഹർജിയാണ് കോടതിയിൽ സമർപ്പിക്കേണ്ടത്. നിലവിലുള്ള സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ചിരിക്കുന്ന ഡൽഹി ഹൈക്കോടതിയിലെ ഹർജി അത് 22-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്ന് ഡൽഹി ഹൈക്കോടതി ഇന്നലെ കൈക്കൊണ്ട നിലപാടിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജി, രണ്ട് ഹർജികളിലെയും ആവശ്യം അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണമാണ്. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടതോടുകൂടി അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം എന്ന ആവശ്യം അത് നിയമഭാഷയിൽ ഇൻഫ്രാക്ച്വസ് ആയിപ്പോയി എന്ന രീതിയിൽ കാലഹരണപ്പെട്ടു എന്ന വിധത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഒരു
പശ്ചാത്തലത്തിലാണ് ഈ അപേക്ഷയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വാദങ്ങളോ ആയി മുന്നോട്ട് പോകുന്നത് അരവിന്ദ് കെജ്രിവാളിന് ഏറ്റവും വേഗത്തിൽ നീതി ലഭ്യമാകുന്നതിന് തടസ്സമായി മാത്രമേ നിൽക്കുകയുള്ളൂ. മാത്രമല്ല ഈ ജാമ്യം എന്ന ആവശ്യത്തിലേക്ക് എത്തുന്നതിന് തടസ്സമായിട്ട് നിൽക്കുകയും ചെയ്യും. ഈ ഒരു സാഹചര്യത്തിൽ അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഇനി വിചാരണ കോടതിയിലാണ് ഈ ജാമ്യാപേക്ഷ സമർപ്പിക്കേണ്ടത്. വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുമ്പോൾ വേഗത്തിൽ വാദം കേട്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണമെന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകർക്ക് അഭ്യർത്ഥിക്കാം. അഥവാ വിചാരണ കോടതി ആ ഘട്ടത്തിൽ ജാമ്യാപേക്ഷ തള്ളുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സെഷൻസ് കോടതിയെയും പിന്നീട് ഹൈക്കോടതിയെയും സമീപിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അത് ഈ വേഗത്തിൽ സാധിക്കണമെന്നുണ്ടെങ്കിൽ അഥവാ ഈ ഹോളിയുമായി ബന്ധപ്പെട്ടുള്ള അവധികളൊക്കെ വരുന്നതിന് മുമ്പ് സാധിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിജയൻ ഈ ഹർജികൾ പിൻവലിച്ചത്. യെസ്, ആർ കെ തുടരുക. ചുരുക്കത്തിൽ ഇതാണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചത്. രാവിലെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ ഹർജി മെൻഷൻ ചെയ്യുന്നു. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ബെഞ്ചിലേക്ക് അത് ചീഫ് ജസ്റ്റിസ് അയക്കുന്നു. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന 3 അംഗ ബെഞ്ച് രൂപീകരിച്ച് അതിൻ്റെ റെഗുലർ സിറ്റിംഗിന് ശേഷം പ്രത്യേകം സിറ്റിംഗിന് വേണ്ടി വരുന്നു. ആ ഘട്ടത്തിൽ ഹർജി പിൻവലിക്കുകയാണെന്ന് അഡ്വക്കേറ്റ് അഭിഷേക് സിംഗ്വി അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി അറിയിക്കുന്നു. ഇതിനിടയിൽ ഇ.ഡി. ഒരു കവേറ്റ് ഫയൽ ചെയ്യുന്നു. ഇത് ഹർജി പരിഗണിക്കുകയാണെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൂടി കേൾക്കണം. അരവിന്ദ് കെജ്രിവാളിനെതിരെ തെളിവുണ്ട്, അക്കാര്യം കോടതിയെ അറിയിക്കാൻ അവസരം വേണമെന്ന് പറയുന്നു. അറസ്റ്റ് ഉണ്ടായ സാഹചര്യത്തിൽ ഇനി ഈ ഹർജിക്ക് പ്രസക്തിയില്ല എന്ന് നിലപാട് മാറ്റുന്നു കെജ്രിവാളിൻ്റെ അഭിഭാഷക സംഘം. അതുകൊണ്ട് ഹർജി പിൻവലിക്കുന്നു. പിന്നീട് ഇത് റെഗുലർ ഒരു ഒരു ജാമ്യാപേക്ഷയായി വിചാരണ കോടതിയുടെ മുന്നിലേക്കാണ് എത്തുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കുന്ന ഘട്ടത്തിൽ അവിടെ ജാമ്യാപേക്ഷ സമർപ്പിക്കാനായിരിക്കും ഇനി അഭിഭാഷക സംഘം തീരുമാനിക്കുക. ഹൈക്കോടതിയിലേക്ക് അതിനുശേഷമായിരിക്കും ജാമ്യാപേക്ഷ. വിചാരണ കോടതി അനുവദിക്കുന്നില്ലെങ്കിൽ മാത്രമായിരിക്കും ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യുക തൽക്കാലം എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ആർക്കെ, അപ്പോൾ ഇനിയുള്ള നിയമ പോരാട്ടം നടക്കുന്നത് ഈ റൌസ് അവന്യൂ കോടതിയിൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് കെജ്രിവാളിനെ ഹാജരാക്കുമ്പോഴായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും വിജയൻ. ഇനി റോസ് അവന്യൂ കോടതിക്കാണ്, വിചാരണ കോടതി എന്ന രീതിയിൽ റോസ് അവന്യൂ കോടതിക്കാണ് ഇതിന്റെ അനുബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത്. ഈ ഹർജി പിൻവലിക്കുന്നതിന് മറ്റൊരു ഘടകം കൂടിയുണ്ട്. അതിൽ കീഴ്വഴക്കങ്ങളാണ്. സാധാരണഗതിയിൽ ഈ അറസ്റ്റിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി പിൻവലിക്കുമ്പോൾ സുപ്രീം കോടതി ആദ്യം അന്വേഷിക്കുന്നത് ഈ വ്യക്തി ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യമായാണ് കോടതി ഉന്നയിക്കുന്നത്. അങ്ങനെ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ ഹർജിയുമായി കോടതി മുന്നോട്ട് പോകില്ല. മറിച്ച് വിചാരണ കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന രേഖകളൊക്കെ ഹാജരാക്കുക എന്ന രീതിയിലേക്ക് മറുവശത്തിന് പോകേണ്ടി വരും. അതുകൊണ്ട് ആ വിധത്തിലുള്ള സങ്കീർണതകളും ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷക